കർത്താവേ, പരിശുദ്ധനായ ദൈവമേ, സർവാധിപനായ ദൈവമേ, ഞങ്ങളുടെ ജീവിതം ചേർത്ത് വയ്ക്കുന്നു. അങ്ങേക്കെല്ലാം സാധ്യമാണെന്ന ഉറച്ച ബോധ്യത്തിലാണ് അങ്ങയുടെ മുമ്പിൽ ഞങ്ങൾ ഒരുമിച്ചായിരിക്കുന്നത്. വിശുദ്ധ മത്തായി സുവിശേഷം 18:19 അങ്ങ് അരുളിച്ചത്, എൻ്റെ നാമത്തിൽ രണ്ടോ അതിലധികമോ ആൾക്കാർ ഒരുമിച്ചിരിക്കുമ്പോൾ അവരുടെ മധ്യേ ഞാൻ ഉണ്ടായിരിക്കും. ഞങ്ങളിൽ വസിക്കുന്ന നിത്യസ്നേഹമേ, അങ്ങയോട് ചേർത്ത് ഞങ്ങളുടെ ജീവിതത്തിൻ്റെ കണ്ണുനീരുകളും വേദനകളും പരാജയങ്ങളും പ്രതിസന്ധികളും ആകുലതകളും അസ്വസ്ഥതകളും വേദനകളും രോഗപീഠകളും കുടുംബ തകർച്ചകളെല്ലാം ചേർത്ത് വയ്ക്കുന്നു. ഒരിക്കൽ കൂടി ഒന്ന് കരമുയർത്തി സ്വതന്ത്രമായിട്ടൊന്ന് സ്തുതിച്ച് പ്രാർത്ഥിക്കാമോ? പരിശുദ്ധാത്മാവ് ഇവിടെ ചലിക്കട്ടെ. പരിശുദ്ധാത്മാവ് നമ്മളുടെ ഇടയിൽ ചലിക്കുന്ന തക്ക വിധത്തിൽ ഹൃദയം തുറന്ന് മനസ്സ് തുറന്ന് ഒന്നും കൂടി സ്തുതിച്ച് പ്രാർത്ഥിച്ചങ്ങോട്ട് ആരാധിക്കാം. ഹല്ലേലൂയ, കർത്താവേ സ്തുതിക്കുന്നു. ഓ പ്രിയപ്പെട്ട പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ മേൽ ഇറങ്ങി വരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ജീവിതത്തിന്റെ മേൽ ആധിപത്യം പുലർത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെ വഴി നടത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രിയ പരിശുദ്ധാത്മാവേ, വരണമേ. പ്ലീസ് കം നൗ, പ്ലീസ് കം നൗ. അങ്ങ് ഇപ്പോൾ തന്നെ കടന്നു വരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഓ ഗ്ലോറി, ഓ ചലിക്കണമേ, ചലിക്കണമേ. സമയത്ത് എല്ലാ കെട്ടുകളും പൊട്ടിച്ചുകൊണ്ട് ചലിക്കണമേ. എല്ലാ കെട്ടുകളും പൊട്ടിച്ചുകൊണ്ട് ചലിക്കണമേ. എല്ലാ പരാജയങ്ങളും തൂത്തെറിഞ്ഞുകൊണ്ട് ചലിക്കണമേ. ഗ്ലോറി, ഗ്ലോറി പരിശുദ്ധാത്മാവേ, ഗ്ലോറി. പരിശുദ്ധാത്മാവേ, വരിക വരിക ഞങ്ങളിൽ നീ. പരിശുദ്ധാത്മാവേ. ഇരിക്കാം. ഹല്ലേലൂയ. സന്തോഷത്തോടെ നമ്മൾ ഒരുമിച്ചൊരു കുടുംബത്തിലാണ്. ആ ഒരു സ്വാതന്ത്ര്യത്തോടെ ആയിരിക്കാം. നമുക്ക് കർത്താവ് തരുന്നൊരു സ്വാതന്ത്ര്യം നമുക്ക് അനുഭവിക്കാൻ കഴിയുന്നതാണ് രക്ഷ, അനുഗ്രഹം എന്നൊക്കെ പറയുന്നത്. പ്രൈസ് ദി ലോർഡ്. കാര്യം വരുത്തി പറഞ്ഞേ ഹല്ലേലൂയ. സ്വരം വരുത്തി പറഞ്ഞേ ഹല്ലേലൂയ. സ്വാതന്ത്ര്യത്തോടെ പറഞ്ഞേ ഹല്ലേലൂയ. സ്നേഹത്തോടെ പറഞ്ഞേ ഹല്ലേലൂയ. വിശ്വാസത്തോടെ പറഞ്ഞേ ഹല്ലേലൂയ. വലിയ സ്വാതന്ത്ര്യത്തോടെ പറഞ്ഞേ ഹല്ലേലൂയ. ഉറക്കെ പറഞ്ഞേ ഹല്ലേലൂയ. ജീവനോടെ ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. സങ്കീർത്തനം 70-ാം അധ്യായം 4-ാമത്തെ തിരുവചനം. അങ്ങയുടെ രക്ഷയെ സ്നേഹിക്കുന്നവർ ദൈവം വലിയവനാണെന്ന് നിരന്തരം ഉദ്ഘോഷിക്കട്ടെ. ദാവീദിന്റെ സങ്കീർത്തനമാണത്. ശൗൽ ഇങ്ങനെ പിന്നാലെയുണ്ട് കൊലപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട്. വലിയവനായ ദൈവത്തെക്കുറിച്ച് ദാനിയേലിന് ശരിക്കും അറിയാം. കാരണം ആട്ടിടയ ചെറുക്കനായിരുന്നു തന്നെ പിടിച്ച് ഇസ്രായേലിൻ്റെ രാജാവാക്കി കയറ്റി നിർത്തിയ ദൈവം വലിയവനാണെന്ന് തിരിച്ചറിയുവാൻ ദാവീദിന് ഒരുപാടൊന്നും ചിന്തിക്കേണ്ടി വന്നിട്ടില്ല. കൃത്യമായിട്ട് അറിയാം. അവിടെ ദാവീദ് നമ്മോടിങ്ങനെ ആഹ്വാനം ചെയ്യുകയാണ്, അവിടുത്തെ രക്ഷയെ സ്നേഹിക്കുന്നവർ ദൈവം വലിയവനാണെന്ന് നിരന്തരം ഉദ്ഘോഷിക്കട്ടെ. വിശുദ്ധ പൗലോസ് അപ്പസ്തോലൻ തിമോഥെയോസിന് എഴുതിയ 1-ാം ലേഖനത്തിൻ്റെ 6-ാം അധ്യായം 15-16 തിരുവചനത്തിൽ ദൈവം ആരാണെന്ന് വളരെ വ്യക്തമായി ശ്ലീഹ തിമോഥെയോസിനോട് പറയുന്നുണ്ട്. വാഴ്ത്തപ്പെട്ടവനും ഏക പരമ അധികാരിയും രാജാക്കന്മാരുടെ രാജാവും പ്രഭുക്കന്മാരുടെ പ്രഭുവുമായ ദൈവം യഥാകാലം നിനക്കിത് വെളിപ്പെടുത്തി തരും. അത് തിമോഥെയോസിന്റെ പൗലോസ് അപ്പോസ്തലൻ പറയുകയാണ്. വാഴ്ത്തപ്പെട്ടവനും ഏക പരമ അധികാരിയും രാജാക്കന്മാരുടെ രാജാവും പ്രഭുക്കന്മാരുടെ പ്രഭുവുമായ ദൈവം യഥാകാലം നിനക്കിത് വെളിപ്പെടുത്തി തരും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമുക്ക് ദൈവത്തിൻ്റെ ശക്തിയെക്കുറിച്ച്, പരമമായ സർവശക്തിയെക്കുറിച്ച് എത്രമാത്രം ബോധ്യമുണ്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് ഉത്തരം വിക്കിപ്പോകും. നമ്മുടെ തലയ്ക്കകത്താണ് ഇത് നിൽക്കുന്നത്.
തലയ്ക്കകത്ത് ഇതിങ്ങനെ കേട്ട് 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 തലയ്ക്കകത്ത് നിൽപ്പുണ്ട്. പക്ഷെ ജീവിതത്തിൽ നമുക്ക് അനുഭവം എത്രമാത്രം ഉണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് വ്യക്തമായിട്ടും കൃത്യമായിട്ടും പറയാൻ ബുദ്ധിമുട്ട് അനുഭവപ്പെടുമെന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കരവരുത്തി പറഞ്ഞ ഹല്ലേലൂയ. സ്വരമരുത്തി പറഞ്ഞ ഹല്ലേലൂയ. അവൻ രാജാക്കന്മാരുടെ രാജാവാണ്. അവൻ രാജാക്കന്മാരുടെ രാജാവാണ്, പ്രഭുക്കന്മാരുടെ പ്രഭുവുമാണ്. 1977 ജൂലൈ മാസത്തിൽ കാനഡയിലെ മോൺട്രിയലില് ഫാദർ എമിലിൻ ടർഡിഫിൻ്റെ നേതൃത്വത്തിൽ ഒരു ഒളിമ്പിക് സ്റ്റേഡിയത്തിൽ വെച്ചിട്ട് 55,000 പേര് പങ്കെടുക്കുന്ന ഒരു കൺവെൻഷൻ നടക്കുകയാണ്. ഈ കൺവെൻഷനിൽ കാർഡിനൽ റോയ് എന്ന് പറയുന്ന അഭിമന്യ പിതാവുണ്ട്, വേറെ 6 ബിഷപ്പുമാരുണ്ട്, 920 വൈദികരുണ്ട്, മേയർ പ്രഭുവുണ്ട്. ഇതിൻ്റെ സമാപന നിമിഷങ്ങളിൽ ഈ വലിയ സമൂഹത്തിന് വേണ്ടി ബഹുമാനപ്പെട്ട അഭിമന്യ കാർഡിനലും 6 ബിഷപ്പുമാരും 920 വൈദികരും ഫാദർ എമിലിൻ ടർഡിഫിനോടൊപ്പം ബലിയർപ്പിക്കുകയാണ്. ഈ ബലിപീഠത്തിന് ചുറ്റും 120 തളർവാദ രോഗികൾ ചേർന്നിരിപ്പുണ്ട്. കുർബാനയ്ക്കിടയിൽ അവർ ഈ രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. ഈ പ്രാർത്ഥന നടന്നുകൊണ്ടിരിക്കുമ്പോൾ ക്ലിറോസിസ് എന്ന രോഗത്താൽ 11 വർഷമായി വീൽ ചെയറിലിരുന്ന റോസ് എയ്മി എന്ന് പറയുന്ന സ്ത്രീ തൻ്റെ വീൽ ചെയറിൽ നിന്ന് എഴുന്നേറ്റിട്ട് ഇതിനിടയിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാൻ തുടങ്ങി. ദൈവത്തിൻ്റെ അപരിമേയമായ ശക്തി ഈ ഗ്രൗണ്ടിലേക്ക് ഇറങ്ങി വന്നു. എയ്മി നടക്കുന്ന കഴിഞ്ഞപ്പോൾ വേറൊരാൾ എഴുന്നേറ്റ് നടക്കാൻ തുടങ്ങി. അല്പസമയം കഴിഞ്ഞപ്പോൾ വേറൊരാൾ എഴുന്നേറ്റ് നടക്കാൻ തുടങ്ങി. പിന്നെ വേറൊരാൾ എഴുന്നേറ്റ് നടക്കാൻ തുടങ്ങി. അങ്ങനെ 12 പേര് ഈ വീൽ ചെയറിൽ നിന്ന് എഴുന്നേറ്റ് നടക്കാൻ തുടങ്ങി അങ്ങോട്ടും ഇങ്ങോട്ടും. ജനമെല്ലാം വികാരനിർഭരമായിട്ട് പൊട്ടി പൊട്ടി കരയാൻ തുടങ്ങി. മേയർ പ്രഭു ഒരു കൊച്ചു കുഞ്ഞിനെ പോലെ ഇത് കണ്ടിട്ട് ഇങ്ങനെ ഏങ്ങലടിച്ച് കരയുകയാണ്. ജനം മുഴുവനും വലിയ സന്തോഷത്താൽ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. വലിയ ദൈവത്തിൻ്റെ സാന്നിധ്യം കടന്നു വന്നു. പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ മഹനീയമായ സാന്നിധ്യം കടന്നു വരുമ്പോൾ വലിയവനെന്നോ ചെറിയവനെന്നോ ഇല്ല. നമ്മളെല്ലാവരും ദൈവത്തിൻ്റെ സന്നിധി ചെറിയവർ തന്നെയാണ്. ഹല്ലേലൂയ. എന്ന കാര്യം വെറുതെ പറഞ്ഞേ ഹല്ലേലൂയ. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ അപരിമേയമായ ശക്തി എന്ന് പറയുന്നത് മനുഷ്യൻ്റെ കൊച്ചു ബുദ്ധിയിൽ ഒതുക്കി വെക്കാവുന്ന ഒന്നല്ല, അതിനുപരിയാണ്. ദൈവത്തിൻ്റെ അപരിമേയമായ ശക്തി എന്ന് പറയുന്നത് മനുഷ്യൻ്റെ കൊച്ചു കൊച്ചു ബുദ്ധിയിൽ അളന്ന് തൂക്കി നമുക്ക് ഒരു പാത്രത്തിൽ ഉൾക്കൊള്ളിച്ച് വെക്കാവുന്ന ഒന്നല്ല, അതിനുപരിയാണ് ദൈവത്തിൻ്റെ അപരിമേയമായ ശക്തി എന്ന് പറയുന്നത്. പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ ശക്തിയിൽ ആശ്രയിക്കുന്നവർക്ക് ദൈവം അത്ഭുതകരമായ ദൈവിക ഇടപെടലിലൂടെ ദൈവത്തിൻ്റെ സാന്നിധ്യം അറിയിച്ച് അവരെ കൊണ്ടു നടക്കും എന്ന കാര്യം വെറുതെ പറഞ്ഞേ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നിങ്ങൾക്ക് വിശ്വാസമാണെങ്കിൽ സന്തോഷത്തോടെ പറയണം ഹല്ലേലൂയ. വിശ്വാസത്തോടെ പറയണം പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ അപരിമേയമായ ശക്തിയെക്കുറിച്ച് ദൈവം ഇങ്ങനെ പറയുന്നത് ഞാനിങ്ങനെ ഒന്ന് നോട്ട് ചെയ്തെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. 2 സാമുവേൽ 22:32-33 ഇങ്ങനെ വചനം പറയുകയാണ്, കർത്താവല്ലാതെ ദൈവമായ ആരുണ്ട്? നമ്മുടെ ദൈവമല്ലാതെ ഉന്നത ശിലയുണ്ടോ? ദൈവമാണ് എൻ്റെ സുശക്ത സങ്കേതം. ദൈവമാണ് എൻ്റെ സുശക്ത സങ്കേതം. എൻ്റെ മാർഗം അവിടുന്ന് സുരക്ഷിതമാക്കുന്നു. ദൈവമാണ് നമ്മളുടെ സുശക്തമായിട്ടുള്ള സങ്കേതം എന്ന് പറയുക. ദൈവം നമ്മളെ സഹായിക്കുന്ന ദൈവമാണ്. ഞാൻ ഓർക്കുന്നു, എൻ്റെ മൂത്ത മോന് ഒരു 2-3 വയസ്സുള്ളപ്പോൾ മുറ്റത്തിൻ്റെ സൈഡിൽ അല്പം വലുപ്പമുള്ളൊരു കല്ലുണ്ട്. ഈ കല്ല് ഇവനിങ്ങനെ തള്ളി മാറ്റാൻ വേണ്ടി പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാനിങ്ങനെ സിറ്റൗട്ടിൽ ഇങ്ങനെ ഇരിപ്പുണ്ട്. അപ്പോൾ ഇവൻ്റെ ഈ പ്രവൃത്തി, ഞങ്ങളുടെ വത്സലപുത്രനാണ്, അപ്പോൾ അവൻ്റെ ആ പ്രവൃത്തി ഇങ്ങനെ വലിയ സന്തോഷത്തോടെ നോക്കി നിൽക്കുകയാണ്. അവൻ തിരിച്ചും മറിച്ചും എല്ലാം ഇതിനുവേണ്ടി പരിശ്രമിച്ച് നോക്കി, കല്ല് അനങ്ങുന്നില്ല. അവന് ഒരു കമ്പെടുത്ത് വന്നിട്ട് അത് കുത്തി മറിച്ച് നോക്കി. അപ്പോൾ ഞാൻ അവനോട് പറഞ്ഞു, എടാ,
ഞാനത് മാറ്റിത്തരാം കൊച്ചിന്. അവൻ പറഞ്ഞു വേണ്ട, ഞാൻ തന്നെ ഇത് മാറ്റിക്കൊള്ളാം. അവൻ എത്ര പരിശ്രമിച്ചിട്ടും അവനത് മാറ്റാൻ പറ്റുന്നില്ല. അപ്പനായ ഞാൻ ഇത് കണ്ട് ഇവൻ മടുത്തു എന്ന് കണ്ടു കഴിഞ്ഞപ്പോൾ ഞാൻ ചെന്നിട്ട് വളരെ ഈസി ആയിട്ട് കമ്പി എടുത്തിട്ട് വന്ന് ഈ കല്ലങ്ങോട്ട് തട്ടി മാറ്റി കിട്ടു. അപ്പോൾ അവൻ എൻ്റെ മുഖത്ത് നോക്കിയിട്ട് ഒരു ചിരി. പ്രിയപ്പെട്ടവരെ, നമ്മളൊക്കെ ജീവിതത്തിൽ പലപ്പോഴും ഇതുപോലെ നമ്മുടെ പ്രശ്നങ്ങളുടെ മുമ്പിൽ ദൈവത്തിൽ ആശ്രയിക്കാതെ, സർവശക്തനായ ദൈവത്തിൽ ആശ്രയിക്കാൻ പറ്റാതെ നമ്മൾ നമ്മുടെ സ്വന്തം ശക്തിയിൽ മാക്സിമം പരിശ്രമിച്ച് നോക്കും. മാക്സിമം പരിശ്രമിച്ച് നോക്കിയിട്ട് പറ്റാതെ വരുമ്പോഴാണ് നമ്മൾ പിന്നെ ദൈവമേ എന്ന് വിളിച്ച് ഒന്ന് ദൈവത്തിലേക്ക് തിരിയാനായിട്ട് ആരംഭിക്കുക. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ നമുക്ക് എപ്പോഴും ദൈവത്തിൽ ആശ്രയിക്കാൻ പറ്റണം. കാരണം ദൈവത്തിൽ ആശ്രയിക്കുന്നത് നിസ്സാരമായൊരു കാര്യമല്ല. നമ്മുടെ എല്ലാ കാര്യങ്ങളിലും ഇപ്പം ഞാൻ ചിലപ്പോഴൊക്കെ ഇങ്ങനെ ചിന്തിക്കാറുണ്ട്, ഒരു തളർന്ന വ്യക്തിയോട് എഴുന്നേറ്റ് നടക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ അന്നേരം ആ വ്യക്തി എന്തു ചെയ്യും? അവൻ കൊണ്ടുവന്ന വടിയെടുക്കും. ആ വടിയെ പിടിച്ചിട്ട് എടുക്കുകയുള്ളൂ. അത് വടിയെടുക്കേണ്ട, അല്ലാണ്ട് എടുത്തില്ല പറഞ്ഞാലും ആ വടിയെടുത്തിട്ട് എഴുന്നേക്കാനായിട്ട് ആരംഭിക്കുകയുള്ളൂ. ആ ആശ്രയത്തെ മുഴുവൻ വടിയില്ല ആ മനുഷ്യൻ്റെ. ഞാൻ പറഞ്ഞു വന്നത് എന്താണെന്ന് അറിയാമോ? ദൈവത്തിൽ ആശ്രയിക്കാൻ പറ്റുക. ഇവിടെ ബുദ്ധി ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ആശ്രയിക്കാൻ പറ്റില്ല. ബുദ്ധി ഉപയോഗിച്ചുകൊണ്ട് ആശ്രയിക്കാൻ പറ്റില്ല. ആശ്രയിക്കാൻ പറ്റണമെങ്കിൽ ദൈവത്തിൽ നിരവധി, ഒരു കൊച്ചു കുഞ്ഞിനെ പോലെ ആകാൻ നമുക്ക് പറ്റണം. ഒരു കൊച്ചു കുഞ്ഞിനെ പോലെ നിരുപാധികം. അത് കുട്ടി നടക്കാൻ പഠിക്കുന്നത് വരെയും കൈ ഉയർത്തുക അപ്പൻ്റെ അമ്മയുടെ അടുത്ത്. കുട്ടി നടക്കാൻ പഠിക്കുന്നവരെയും, കാരണം അവനറിയാം, അല്ലെ കൊച്ചിനറിയാം, അമ്മയുടെ അപ്പൻ്റെ സഹായമില്ലാതെ എനിക്ക് എഴുന്നേറ്റ് നടക്കാൻ പറ്റില്ല എന്നൊരു ബോധ്യം കൊച്ചിനുണ്ട്. നിരുപാധികം നമ്മൾ ദൈവത്തിൽ ആശ്രയിക്കേണ്ടതുണ്ട്. ജോബിന്റെ പുസ്തകത്തിൽ 36:5 ഇങ്ങനെ പറയാണ്, ദൈവം സർവശക്തനാണ്, ദൈവം ആരെയും വെറുക്കുന്നില്ല. ദൈവം സർവശക്തനാണ്, ദൈവം ശക്തിയുള്ള ദൈവമാകയാൽ ദൈവം ആരെയും വെറുക്കുന്നില്ല. ഒരു മനുഷ്യനെയും ദൈവത്തിന് വെറുക്കാൻ പറ്റില്ല. ഏത് പാവാവസ്ഥയിലായിക്കൊള്ളട്ടെ, എത്രമാത്രം അധപ്പതിച്ച ജീവിതമാകട്ടെ, ദൈവത്തിൻ്റെ സ്നേഹം എപ്പോഴും ഈ വ്യക്തിയുടെ പിന്നാലെ ഉണ്ടാകും. അപ്പോൾ നമ്മുടെ ജീവിതത്തിൻ്റെ പരാജയങ്ങളിലേക്ക് നോക്കിയിരുന്ന് നിലവിളിക്കേണ്ടവരല്ല നമ്മൾ. ദൈവം നമ്മളെ ഓർത്ത് കണ്ണീരൊഴുക്കുന്നത് ഈ ഒരു വലിയ സാധ്യത മുമ്പിൽ നിന്നിട്ടും അത് ഉപയോഗപ്പെടുത്താതെ വരുന്നത് കൊണ്ടാണ് ദൈവത്തിന് സങ്കടം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കരമെടുത്ത് പറഞ്ഞേ ഹല്ലേലൂയ. ദൈവം എന്നെ ഓർത്ത് കരയുന്നു. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ദൈവത്തിൽ ആശ്രയിക്കാൻ എനിക്ക് വലിയൊരു സാധ്യത മുമ്പിൽ നിന്നിട്ടും ഞാൻ ദൈവത്തിൽ ആശ്രയിക്കാതെ ഇരിക്കുന്നതാണ് ദൈവത്തിന്റെ കണ്ണ് നനയ്ക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കരമെടുത്ത് പറഞ്ഞേ ഹല്ലേലൂയ. സ്വരമെടുത്ത് പറഞ്ഞേ ഹല്ലേലൂയ. ഹല്ലേലൂയ. സങ്കീർത്തനം 147:5 വചനം ഇങ്ങനെ പറയുകയാണ്, നമ്മുടെ കർത്താവ് വലിയവനും കരുത്തുറ്റവനുമാണ്. നമ്മുടെ കർത്താവ് വലിയവനും കരുത്തുറ്റവനുമാണ്. അവിടുത്തെ ജ്ഞാനം അളവറ്റതാണ്. ദൈവത്തിൻ്റെ അത്ഭുത പ്രവർത്തികൾ കാണാൻ വേണ്ടി നമ്മൾ ഒത്തിരി ആഗ്രഹിക്കുന്നുണ്ടല്ലേ, ഒത്തിരി ആഗ്രഹിക്കുന്നുണ്ട്. ദൈവത്തിൻ്റെ ശക്തി പ്രകടമാകാത്തതാണ് എൻ്റെ ദുഃഖകാരണമെന്ന് സങ്കീർത്തകൻ പറഞ്ഞു. പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ ശക്തി പ്രകടമാകണമെങ്കിൽ ഒരു വ്യക്തി ദൈവത്തിൽ ആശ്രയിക്കുന്ന വ്യക്തിയായിരിക്കണം, ദൈവത്തിൽ വിശ്വാസമുള്ള ഒരു വ്യക്തിയായിരിക്കണം, ദൈവത്തിൻ്റെ അപരിമേയമായ ശക്തിയെക്കുറിച്ച് യഥാർത്ഥമായ ബോധ്യമുള്ള വ്യക്തിയായിരിക്കണം, സംശയമുണ്ടാവാത്തൊരു വ്യക്തിയായിരിക്കണം. ആ വ്യക്തി എപ്പോഴും ദൈവത്തിൽ ആശ്രയിച്ചായിരിക്കും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക. ഹല്ലേലൂയ. സ്വരമെടുത്ത് പറഞ്ഞേ ഹല്ലേലൂയ. കരമെടുത്ത് പറഞ്ഞേ ഹല്ലേലൂയ. ജീവനോട് പറഞ്ഞേ ഹല്ലേലൂയ. ഹല്ലേലൂയ. ഇങ്ങനെ ഞാൻ തിമോഥെയോസിന് എഴുതിയ 1 ലേഖനത്തിന്റെ 6:15 ഇങ്ങനെ പറഞ്ഞു, അവൻ രാജാക്കന്മാരുടെ രാജാവാണ്, പ്രഭുക്കന്മാരുടെ പ്രഭുവാണ്. അതുകൊണ്ട് ഞാൻ പറഞ്ഞത് ഫാദർ എമിലിൻ ടെർഡിഫിന്റെ കാര്യം ഞാൻ പറഞ്ഞതാ. ആ മേയർ ഉന്നത സ്ഥാനം വഹിക്കുന്ന ഒരു പ്രഭുവാണ് കാനഡയിലെ. അദ്ദേഹം ദൈവത്തിൻ്റെ ഈ പ്രവൃത്തി കണ്ടു കഴിഞ്ഞപ്പോൾ ഒരു കൊച്ചു കുഞ്ഞിനെ പോലെ പരിസരമെല്ലാം മറന്നിട്ട് ഏങ്ങലടിച്ച് കരയുക ദൈവത്തിൻ്റെ സാന്നിധ്യം വന്നപ്പോൾ. ഞാൻ കണ്ടിട്ടുണ്ട് ചില കൺവെൻഷനുകളിലൊക്കെ ദൈവത്തിൻ്റെ സാന്നിധ്യം വരുമ്പോൾ അനേകര് കണ്ണീരൊഴുക്കി വാവിട്ട് കരയുന്നത് കാണുവാൻ ദൈവം കഴിഞ്ഞ നാളുകളിൽ ഭാഗ്യം തന്നിട്ടുണ്ട്. ഞാനും പലപ്പോഴും ആഗ്രഹിച്ചിട്ടുണ്ട്, എൻ്റെ പൊന്ന തമ്പുരാനെ, ഇതുപോലൊരു ദൈവിക സാന്നിധ്യം എൻ്റെ ജീവിതത്തിൽ എപ്പോഴെങ്കിലും ഒന്ന് കിട്ടിയിരുന്നെങ്കിൽ ഒന്ന് സ്നേഹത്തോടെ കരയാമായിരുന്നുവെന്ന് ഞാൻ ചിന്തിച്ച ഒരുപാട് നിമിഷങ്ങളുണ്ട് ജീവിതത്തിൽ. ദൈവത്തിൻ്റെ സാന്നിധ്യം ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ മാനസാന്തര അനുഭവം കൊണ്ടുവരും. ഹല്ലേലൂയ. നമ്മളൊരു നോമ്പ് കാലഘട്ടത്തിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ജീവിതത്തിൽ നമ്മളിങ്ങനെ എല്ലാ വർഷവും നോമ്പ് ആചരിക്കും, പ്രത്യേക പരിത്യാഗങ്ങളെടുത്ത് പ്രാർത്ഥിക്കും, പാപത്തെ ബഹിഷ്കരിക്കും, ചില ഭക്ഷണപദാർത്ഥങ്ങൾ ഉപേക്ഷിക്കും.
എല്ലാ വർഷവും നമ്മൾ ചെയ്യും. ഞാൻ ഇന്ന് ഇതിനെക്കുറിച്ച് ചിന്തിച്ചപ്പോൾ എൻ്റെ മനസ്സിലേക്ക് പോയത് കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു പാമ്പ് പടവുരിയുന്നത് ഞാൻ ശ്രദ്ധിക്കാനിടയായി. ഒരു പാമ്പ് വേരുകൾക്കിടയിൽ അതിൻ്റെ പട ഉരിഞ്ഞിട്ടിച്ച് പോകുന്നത് വളരെ നിസ്സാരമായിട്ട് ഇതിനിടയിൽ ഇങ്ങനെ വരിഞ്ഞു കയറി അങ്ങ് പോയി കഴിഞ്ഞാൽ ഈ പടം ഉരിഞ്ഞു പോകുന്നു എന്ന് പറഞ്ഞതുപോലെ ഓരോ നോമ്പിലും നമ്മൾ നമ്മുടെ ജീവിതത്തിൻ്റെ ചില പടങ്ങളൊക്കെ ഒഴിച്ചിട്ടിട്ട് മുന്നോട്ട് പോകാൻ വേണ്ടി പരിശ്രമിക്കും. പക്ഷേ നമുക്കധികം മുന്നോട്ട് പോകാൻ പറ്റാത്ത സാഹചര്യങ്ങൾ പലപ്പോഴും ജീവിതത്തിൽ എത്തിമുട്ടി നിൽക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ സർവ്വശക്തിയിൽ ആശ്രയിച്ചു കഴിഞ്ഞാൽ ഒരു മനുഷ്യന് മാറ്റാൻ പറ്റാത്ത ഒരു പ്രശ്നങ്ങളുമില്ല. ഒരു 4 വർഷം മുമ്പ് കൊല്ലത്ത് നിന്ന് ഒരു സഹോദരി ഫോണിൽ വിളിക്കുകയാണ്. ദൈവകൃപയാൽ എൻ്റെ ഫോണിലാണ് അത് എത്തിപ്പെട്ടത്. ആ സഹോദരി ഇങ്ങനെ കരയാൻ തുടങ്ങി. ബ്രദറെ, ഞാൻ ഷാലോമിൻ്റെ ഒരു SPF മെമ്പറാണ്. എൻ്റെ ഭർത്താവ് ഗൾഫിലായിരുന്നു. വളരെ കഷ്ടപ്പെട്ട് കുറേ പൈസയൊക്കെ ഉണ്ടാക്കി വന്ന് ഞങ്ങൾ ഒത്തിരി പ്രാർത്ഥിച്ചിട്ട് മനോഹരമായ ഒരു വീട് ഞങ്ങൾ ഉണ്ടാക്കി. ആ വീട് ദൈവത്തിൻ്റെ കൃപ എന്ന മനോഹരമായൊരു വീടാണ്. അതിൻ്റെ ഹൗസ് വാമിങ്ങിൻ്റെ അന്ന് ഈ വീട്ടിൻ്റെ ഉടമസ്ഥൻ്റെ സഹോദരനും മക്കളും കൂടെ ബ്രാൻഡിക്കുപ്പിയായിട്ട് വന്നു. വെഞ്ചിരിപ്പിൻ്റെ അന്ന് 2ാം നില മദ്യം തുടങ്ങി അതൊരു ബാറായി മാറി. സഹോദരി ഇങ്ങനെ പറയുകയാണ്, ഒത്തിരി മുട്ടുകുത്തി എന്ന് ഒരുപാട് പ്രാർത്ഥിച്ച് കണ്ണീരൊഴുക്കി കിട്ടിയൊരു വീടാ ബ്രദറെ. 2 ആഴ്ചയായിട്ട് ഇതൊരു ബാറാണ്. 2 ആഴ്ചയായിട്ടൊരു ബാറാണ്. മടുത്തു ബ്രദറെ, ഒരു സമാധാനം. ഭർത്താവ് എന്തു പറഞ്ഞിട്ട് കേൾക്കുന്നില്ല. ഞാൻ ആ സഹോദരിയോട് പറഞ്ഞു, സഹോദരി മുട്ടുകുത്തി നിന്നിട്ട് ദൈവത്തിൽ ആശ്രയിച്ച് മാതാവിലൂടെ ഒരു 7 കൊന്ത ദിവസം ചൊല്ലിക്കോളാൻ പറഞ്ഞു. ഒരു 7 കൊന്ത എൻ്റെ മനസ്സിലേക്ക് വന്നത് അങ്ങനെയാണ്. ആ സഹോദരി മുട്ടുകുത്തി നിന്ന് 7 കൊന്തയല്ലേ 7 ദിവസം കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ബാറ് പൂട്ടി. നേരിട്ട് എന്നെ വിളിച്ചിട്ട് പറയാണ്, ബ്രദറെ അത്ഭുതം നടന്നു. ഞങ്ങളുടെ വീട്ടിൽ നിന്ന് ആ മദ്യത്തിൻ്റെ ആ ദുർബോധം വിട്ടുപോയി എന്ന സഹോദരി സാക്ഷ്യപ്പെടുത്തി. ഈ പ്രോഗ്രാം ടെലികാസ്റ്റ് സഹോദരി അവിടെ ഇരുന്ന് കാണും, എനിക്കറിയാം. പ്രിയപ്പെട്ടവരെ, ദൈവത്തിൽ ആശ്രയിക്കുമ്പോൾ സകലതിനും പരിഹാരമുണ്ട്, സകലതിനും പ്രതിവിധിയുണ്ട്. നമ്മുടെ ജീവിതത്തിലെ ഏത് മേഖലയാണോ നമ്മളെ നിരന്തരം പരാജയപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്, ഒരുപക്ഷെ അതൊരു പാപമായിരിക്കാം, ഒരുപക്ഷെ ജീവിതത്തിലെ തകർച്ചകളായിരിക്കാം, ഒരുപക്ഷെ രോഗമായിരിക്കാം, കണ്ണുനീരുകളും ദുഃഖങ്ങളും ദുരിതങ്ങളുമായിരിക്കാം, നമ്മൾ സഹിച്ച് മടുത്തിട്ടുണ്ടാകാം. പക്ഷേ ഒരു കാര്യത്തിൽ ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് തരാം, സർവശക്തനായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ഏതൊരു വ്യക്തിക്കും രക്ഷയുടെ അനുഭവമുണ്ട്. ഹല്ലേലൂയ. ദൈവത്തെ ആശ്രയിക്കുന്ന ഏതൊരു വ്യക്തിക്കും രക്ഷയുടെ അനുഭവം സുനിശ്ചിതമാണ്. തിമോത്തിയോസിന് എഴുതിയ ലേഖനത്തിന്റെ 16-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെയാണ് നമ്മൾ വായിക്കുക, അവിടുന്ന് മാത്രമാണ് മരണമില്ലാത്തവൻ. അവിടുന്ന് മാത്രമാണ് മരണമില്ലാത്തവൻ. അപ്രാപ്യമായ പ്രകാശത്തിൽ വസിക്കുന്ന അവനെ അവിടുത്തെ ഒരുവനും കണ്ടിട്ടില്ല, കാണുക സാധ്യമല്ല. അതിനൊരു കാരണമുണ്ട്. ദമാസ്കസിലേക്ക് ക്രിസ്ത്യാനികളെ പീഡിപ്പിക്കാനായിട്ട് കുതിരപ്പുറത്ത് പോകുമ്പോഴാണ് പെട്ടെന്ന് പ്രകാശപൂർണമായ ഒരു മിന്നലൊളി ശൗലിൽ പതിക്കുക. കുതിരപ്പുറത്ത് നിന്ന് താഴെ പോയി എഴുന്നേറ്റ് കഴിഞ്ഞപ്പോൾ കണ്ണിന് കാഴ്ചയില്ല. എന്നിട്ട് തിമോത്തിയോസിനോട് പറയുകയാ, അപ്രാപ്യമായ പ്രകാശത്തിൽ വസിക്കുന്ന അവിടുത്തെ കാണുക ഒരുവന് സാധ്യമല്ല എന്ന് വളരെ വ്യക്തമായി തിമോത്തിയോസിനോട് പറഞ്ഞു കൊടുക്കുകയാണ്. ഇത് ദൈവം വെളിപ്പെടുത്തി തരണം. ദൈവത്തിൻ്റെ അപരിമേയമായ ശക്തിയെക്കുറിച്ച് ദൈവം നമുക്ക് വെളിപ്പെടുത്തി തരണം. പ്രിയപ്പെട്ടവരെ, ദൈവം വെളിപ്പെടുത്തി തരാതെ ഓടിപ്പോയിട്ട് നമുക്കിത് സ്വീകരിക്കാൻ പറ്റില്ല. നമ്മൾ പ്രാർത്ഥിക്കേണ്ട ഒരു കാര്യമുണ്ട്. നമ്മൾ പ്രാർത്ഥിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം, ദൈവമേ അങ്ങയെ എനിക്കൊന്ന് വെളിപ്പെടുത്തി തരണമേ. അതാണ് നമ്മുടെ ജീവിതത്തിൽ പ്രാർത്ഥിക്കേണ്ടത്. യേശു ക്രിസ്തുവിനെ വെളിപ്പെട്ട് കിട്ടുന്ന ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ദുഃഖ ദുരിതങ്ങൾക്ക് സ്ഥാനമില്ല. ഒന്നും നമ്മളെ തകർത്ത് കളയുകയില്ല, തളർത്തി കളയുകയില്ല. എപ്പോഴും അവൻ്റെ കുരിശിനോട് ചേർന്ന് നിൽക്കുവാനുള്ള ഒരു പ്രാപ്തി, സ്വർഗത്തെ ലക്ഷ്യമാക്കി മുന്നേറുവാനുള്ള ഒരു കൃപ ദൈവം നമുക്ക് അതിനകത്ത് ഒരുക്കി വെച്ചിട്ടുണ്ട്. എല്ലാ സ്തുതിപ്പും എല്ലാ ആരാധനയും അനന്തമായ ആധിപത്യവും അവിടുത്തേതാണ്. ഈ പ്രപഞ്ചത്തിൽ യേശുക്രിസ്തുവിന് ആധിപത്യമില്ലാത്ത യാതൊന്നും സൃഷ്ടിക്കപ്പെട്ടിട്ടില്ല, ഇനി സൃഷ്ടിക്കപ്പെടുകയുമില്ല. കാരണം അവൻ സൃഷ്ടികർമ്മത്തിൽ പിതാവായ ദൈവത്തോടൊപ്പം ഉണ്ടായിരുന്ന സർവശക്തനായ ദൈവപുത്രനാണ്. അതുകൊണ്ടാണ് നമ്മൾ യേശുക്രിസ്തുവിനെ ദൈവപുത്രൻ എന്ന് വിളിക്കുന്നത്, പിതാവായ ദൈവത്തെ ദൈവം എന്ന് വിളിക്കുന്നത്. അതുകൊണ്ട് യെശയ്യായിലൂടെ ദൈവം നമ്മോട് സംസാരിക്കുന്നുണ്ട്.
ഞാൻ നുണ പറയുവാൻ മനുഷ്യനല്ല, ഞാൻ നുണ പറയുവാൻ മനുഷ്യനല്ല എന്ന് ദൈവം നമ്മോട് അരുളി ചെയ്യുകയാണ്. കാരണം അതുകൊണ്ടാണ് നമ്മൾ ദൈവം എന്ന് വിളിക്കുക. മനുഷ്യന്റെ പരിമിതികളിൽ നിൽക്കുന്ന ഒന്നല്ല ദൈവം, മനുഷ്യന്റെ ചിന്തകളിൽ നിൽക്കുന്ന ഒന്നല്ല ദൈവം. ദൈവത്തിന്റെ സൃഷ്ടി മാത്രമാണ് നമ്മൾ, ദൈവത്തിന്റെ സൃഷ്ടി മാത്രമാണെന്നുള്ളൊരു ബോധ്യത്തിൽ ദൈവഭക്തിയിലും ദൈവഭയത്തിലും ജീവിക്കേണ്ടവരാണ് നമ്മൾ. നമ്മളിന്ന് പലപ്പോഴും ജീവിതത്തിൽ നഷ്ടപ്പെട്ടു പോകുന്ന ഒന്നാണ്, നമ്മൾ അറിയുന്നില്ല. ദൈവഭക്തിയും ദൈവഭയവും നമുക്ക് നഷ്ടപ്പെട്ടു പോകുന്നു. അത് പലപ്പോഴും ജീവിതത്തിലെ പ്രശ്നങ്ങളിലേക്ക് തന്നെ നോക്കിയിരിക്കേണ്ട സാഹചര്യം വളരെ തന്ത്രശാലിയായ സാത്താൻ നമ്മുടെ ജീവിതത്തിന് മുമ്പിൽ കൊണ്ടുവയ്ക്കുകയാണ്. അതുകൊണ്ട് എപ്പോഴും ജീവിത പ്രശ്നങ്ങളിലേക്ക് തന്നെ നമ്മൾ നോട്ടം ചുരുങ്ങിപ്പോകുന്നു. എന്നും രോഗമുണ്ടെങ്കിൽ രോഗത്തിലേക്ക് മാത്രം നോക്കി ഇരുന്നു പോകുന്ന ഒരവസ്ഥ, അല്ലെങ്കിൽ സാഹചര്യങ്ങളുടെ സമ്മർദ്ദങ്ങൾ നമ്മളെ ആ സാഹചര്യങ്ങളിൽ നിന്ന് ദൈവഭക്തിയിലും ദൈവഭയത്തിൽ നിന്നും പിന്തിരിപ്പിക്കുന്നു എന്ന് പലപ്പോഴും എനിക്ക് തോന്നിയിട്ടുണ്ട്. മത്തായി സുവിശേഷം 22-ാം അധ്യായത്തിൻ്റെ 29-ാമത്തെ തിരുവചനം, ദൈവത്തിൻ്റെ ശക്തിയോ ദൈവവചനങ്ങളോ അറിയത്തില്ലാത്തത് കൊണ്ടല്ലേ നമുക്ക് തെറ്റുപറ്റുന്നത്. അങ്ങനെ പറഞ്ഞിരിക്കുക, ദൈവത്തിൻ്റെ ശക്തിയോ ദൈവത്തിൻ്റെ വചനമോ അറിയത്തില്ലാത്തത് കൊണ്ടാണ് നിങ്ങൾക്ക് തെറ്റുപറ്റുന്നതെന്ന് യേശു അസന്നിഗ്ധമായി പറഞ്ഞു. അപ്പോൾ ദൈവത്തിൻ്റെ ശക്തിയെക്കുറിച്ച് നമ്മൾ അറിയണം, ധ്യാനിക്കണം. അത് ഹൃദയപൂർവ്വം കണ്ണുകൾ അടച്ച് തന്നെ ദൈവിക ശക്തിയെ, ദൈവത്തിൻ്റെ ശക്തിയെക്കുറിച്ച് നമുക്ക് അറിയണമെങ്കിൽ വിശുദ്ധ ബൈബിൾ ഭയഭക്തി ബഹുമാനത്തോടെ കരങ്ങളെടുത്ത് വായിക്കണം, ധ്യാനിക്കണം. മനുഷ്യകുലത്തിൻ്റെ ജീവിതത്തിൽ ദൈവം എപ്രകാരമെല്ലാം ഇടപെട്ടിട്ടുണ്ട് എന്ന് നമ്മൾ ധ്യാനിക്കേണ്ടതുണ്ട്. നമ്മൾ ധ്യാനിച്ച് തിരിച്ചറിയണം നമ്മൾ ആരുടെ പിന്നാലെയാണ് യാത്ര ചെയ്യുന്നതെന്ന്. നമ്മൾ ഭയപ്പെടേണ്ട ഒരു വ്യക്തിയുടെ പിന്നാലെ അല്ല യാത്ര ചെയ്യുന്നത്. നമ്മൾ ധൈര്യപൂർവ്വം യാത്ര ചെയ്യുന്ന അപ്പൻ്റെ കരങ്ങളിൽ പിടിച്ചുള്ള യാത്രയാണ്. അവൻ സർവാധിപനായ ദൈവമാണ്, സർവശക്തനായ ദൈവമാണ്. അവിടേക്ക് അസാധ്യപ്പെട്ട ഒന്നുമില്ല. എല്ലാം സൃഷ്ടിച്ച് പരിപാലിക്കുന്ന സർവശക്തനായ ദൈവത്തിൻ്റെ മകനായി ജനിക്കുവാൻ, മകളായി ജനിക്കുവാൻ ഭാഗ്യം കിട്ടിയതിനെ ഓർത്ത് കണ്ണുനീരോടെ, വലിയ സന്തോഷത്തോടെ, ആത്മനിർവൃതിയോടെ ദൈവത്തിരുസന്നിധി നമ്മൾ നന്ദി പറയേണ്ടതുണ്ട്. ഏതാനും വർഷങ്ങൾക്ക് മുമ്പിൽ വന്നിരുന്ന് ഇങ്ങനെ പൊട്ടി കരയുകയാണ്. അവൾ പറഞ്ഞൊരു വാക്കിതാണ്, നിങ്ങൾ ക്രിസ്ത്യാനികൾ ഭാഗ്യപ്പെട്ടവരാണ്. ഞാൻ അവളോട് ചോദിച്ചു, നീയും ഒരു മറ്റു മതവിഭാഗത്തിൽ ജനിച്ചതാണെങ്കിലും യേശുക്രിസ്തുവിനെ അറിയുവാൻ ഒരു കൃപ നിനക്ക് കിട്ടിയില്ലേ, നീയും ഭാഗ്യപ്പെട്ട ഒരു പെണ്ണല്ലേ? അവൾ പറഞ്ഞൊരു വാക്കിതാണ്, എൻ്റെ ജീവിതത്തിൽ എന്നെങ്കിലും ഒരിക്കൽ മാമോദിസ സ്വീകരിച്ച് നിങ്ങളെപ്പോലെ വിശുദ്ധ കുർബാന എൻ്റെ അതിരത്തിൽ ഏറ്റുവാങ്ങി എൻ്റെ ഹൃദയത്തിലൊന്ന് ഇരുത്തിയിട്ട് മരിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്ന ഈ പെൺകുട്ടി പൊട്ടി കരയുകയാണ്. അവർക്കതിനെക്കുറിച്ചൊരു ബോധ്യമുണ്ട്. യേശുവിൻ്റെ തിരു സാന്നിധ്യത്തെക്കുറിച്ച് അവൾക്ക് വളരെ വ്യക്തമായൊരു ബോധ്യമുണ്ട്. പലപ്പോഴും എൻ്റെ കണ്ണ് നിറഞ്ഞൊഴുകിയിട്ടുണ്ട്. 45 വർഷക്കാലമായി ഞാൻ ദിവ്യകാരുണ്യം സ്വീകരിക്കുന്നു. പലപ്പോഴും വേദനിക്കും, നാവിൽ വരുമ്പോൾ കണ്ണ് നിറയാറുണ്ട്. എന്നെങ്കിലും യേശുവിനെ പോലെ ഒന്നാകുവാൻ, ഫിലിപ്പി 4:19 ക്രിസ്തുവിന് രൂപപ്പെടാൻ പറ്റാത്തൊരു സാഹചര്യം. അതിന് കാരണം എന്താ? ദൈവത്തിൽ നിരുപാധികം ആശ്രയിക്കാൻ പറ്റുന്നില്ല എന്നുള്ളതാണ്. ദൈവത്തിൽ നിരുപാധികം ആശ്രയിക്കാൻ പറ്റുക, ദൈവത്തിൻ്റെ കരുണയിൽ ആശ്രയിക്കാൻ പറ്റുക, ദൈവത്തിൻ്റെ കരങ്ങളിൽ പിടിച്ച് സ്വർഗത്തെ ലക്ഷ്യമാക്കി യാത്ര ചെയ്യുക. നമുക്ക് ആത്യന്തികമായ ലക്ഷ്യം അതാണ്. മനുഷ്യകുലത്തിൻ്റെ ആത്യന്തികമായ ലക്ഷ്യം എന്ന് പറയുന്ന 6 അടി മണ്ണിൽ തീരേണ്ട ഒരു ജീവിതമല്ല നമ്മുടേത്. അതിനപ്പുറത്തേക്ക് നമുക്കായി ഒരുക്കപ്പെട്ട ഒരു വസതിയിൽ യേശു നമ്മളെ കൊണ്ടുപോകാനായി തിരിച്ചു വരും. യേശു കൊണ്ടുപോകാൻ വരുമ്പോൾ അവൻ്റെ കരങ്ങളിൽ പിടിച്ച് പോകണമെങ്കിൽ ഈ ഭൂമിയിൽ വെച്ച് സർവശക്തനായ ദൈവത്തെക്കുറിച്ച് ഒരാഴമായ ബോധ്യം നമുക്കുണ്ടാവണം. നമുക്കൊന്ന് എഴുന്നേറ്റ് നിൽക്കാം. ഒന്ന് എഴുന്നേറ്റ് നിന്ന് സർവശക്തനായ ദൈവത്തെ ആശ്രയിക്കാം. ഉന്നതത്തിൽ നിന്ന് ശക്തി ധരിക്കുന്നവരെ നിങ്ങൾ നഗരം വിട്ട് പുറത്തു പോകരുത്. പരിശുദ്ധ ത്രിത്വത്തിൻ്റെ ശക്തി അനന്തമാണ്. പരിശുദ്ധ ത്രിത്വത്തിൻ്റെ ശക്തി അനന്തമാണ്. അതുകൊണ്ടാണ് യേശു അപ്പസ്തോലന്മാരെ വിളിച്ചിട്ട് പറഞ്ഞത്, ഉന്നതത്തിൽ നിന്നുള്ള ശക്തി ധരിക്കുന്നവരെ നിങ്ങൾ നഗരം വിട്ട് പുറത്തു പോകരുത്. ഈ സമയത്ത് നമ്മളിങ്ങനെ പ്രാർത്ഥിക്കുകയാണ്. നമ്മുടെ കുടുംബങ്ങളിൽ പരിശുദ്ധ ത്രിത്വത്തിൻ്റെ മഹനീയ സാന്നിധ്യം കടന്നു വരാൻ വേണ്ടി കണ്ണുനീരോടെ പ്രാർത്ഥിക്കണം. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഞാനൊരു ചോദ്യം ചോദിക്കാൻ കൂടി ആഗ്രഹിക്കുക. പ്രാർത്ഥിക്കാൻ പോകുമ്പോഴേക്കും നിങ്ങളുടെ ഭവനത്തിൽ പരിശുദ്ധ ത്രിത്വത്തിൻ്റെ സാന്നിധ്യം കടന്നു വന്നാൽ അവിടുന്ന് വിട്ടുപോകാത്തത് എന്തുണ്ടാകും?
നിങ്ങളുടെ ജീവിതത്തിൽ പരിശുദ്ധ ത്രിത്വത്തിന്റെ സാന്നിധ്യം വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് വിട്ടുപോകാത്ത എന്തെങ്കിലും നിങ്ങളിൽ അവശേഷം നിൽക്കുമോ? നിങ്ങളുടെ ഭവനത്തിൽ പരിശുദ്ധ ത്രിത്വത്തിന്റെ സാന്നിധ്യം വന്നാൽ അവിടെ നിന്ന് വിട്ടുപോകാത്ത എന്ത് നിങ്ങൾ അവശേഷിക്കും? യാതൊന്നിനും അവിടെ തകർക്കുന്ന രീതിയിൽ യാതൊരു തിന്മയ്ക്കോ ആധിപത്യങ്ങൾക്കോ രോഗങ്ങൾക്കോ തകർച്ചകൾക്കോ വീഴ്ചകൾക്കോ പരാജയങ്ങൾക്കോ അവിടെ ഒരു സ്ഥാനവുമില്ല. ഹല്ലേലൂയ. നമ്മൾ പ്രാർത്ഥിക്കാൻ പോവുകയാണ് പരിശുദ്ധ ത്രിത്വത്തിന്റെ സാന്നിധ്യത്തിനു വേണ്ടി. യേശുദമ്പുരാനെ വിളിച്ച് ഗായക സംഘം പാടി പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾ കണ്ണുകളടച്ച് ആ വരികളിലൂടെ പൂർണ്ണമായ ബോധ്യത്തോടെ ഇപ്പോൾ യാത്ര ചെയ്യുന്ന നിമിഷങ്ങളിൽ അത്ഭുതങ്ങളും അടയാളങ്ങളും ഭയങ്കരമായിട്ട് ഇപ്പോൾ ഇവിടെ നടക്കുമെന്ന് നിങ്ങൾ വിശ്വസിക്കണം. എന്തുമാത്രം ഈ കാലഘട്ടത്തിൽ ദൈവം ഇത്രമാത്രം തന്റെ സാന്നിധ്യം കൊണ്ടുവന്നിട്ടുള്ള മറ്റൊരു കാലഘട്ടമില്ല, സഭയുടെ ചരിത്രത്തിൽ കാണില്ല. അതുപോലെ ധ്യാന മന്ദിരങ്ങളില്, കൺവെൻഷനുകളില്, ആരാധനകളില്, പരിശുദ്ധ ബലികളിലുമെല്ലാം ദൈവത്തിന്റെ മഹനീയ സാന്നിധ്യം വലിയ ശക്തിയായി ഇറങ്ങിക്കൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ ഹല്ലേലൂയ വിളിച്ച് പ്രാർത്ഥിക്കാൻ ദൈവമക്കളെ നമുക്ക് നമ്മുടെ കുടുംബങ്ങളിലേക്ക് സ്വാഗതം അരുളണം. ദൈവമേ, അങ്ങേക്ക് എൻ്റെ കുടുംബത്തിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു. എൻ്റെ കുടുംബത്തിലേക്ക് ഞാൻ അങ്ങയെ വെൽക്കം ചെയ്യുകയാണ്. കടന്നു വരണമേ, ഒരു കൊച്ചു കുഞ്ഞിനെ പോലെ വാ എന്ന് നമുക്ക് പാടി പ്രാർത്ഥിക്കാം. നന്മയല്ലാതൊന്നും ചെയ്തിടാത്തവൻ, തിന്മയാകെ മായിക്കുന്നവൻ, പാപമെല്ലാം ഓർക്കുന്നവൻ, പുതുജീവൻ എന്നിൽ പകരുന്നവൻ. നന്മയല്ലാതൊന്നും ചെയ്തിടാത്തവൻ, തിന്മയാകെ മായിക്കുന്നവൻ, പാപമെല്ലാം പൊറുക്കുന്നവൻ, പുതുജീവൻ എന്നിൽ പകരുന്നവൻ. യേശു യേശു അവനാരിലും വലിയവൻ. യേശു യേശു അവനാരിലും മതിയായവൻ. യേശു യേശു അവനാരിലും വലിയവൻ. യേശു യേശു അവനാരിലും മതിയായവൻ. റോമ 8:28 ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, അവിടുത്തെ പദ്ധതി അനുസരിച്ച് വിളിക്കപ്പെടുന്നവർക്ക് എല്ലാം നന്മയായി പരിണമിക്കും. വിശ്വസിക്കാം. ദൈവത്തെ സ്നേഹിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ മഹനീയ സാന്നിധ്യം നമുക്ക് ആഗ്രഹിക്കാം. കർത്താവേ, അങ്ങൻ്റെ കുടുംബത്തിലേക്ക് കടന്നു വരണമേ. പരിശുദ്ധ ത്രിത്വത്തിൻ്റെ മഹനീയ സാന്നിധ്യത്തിനായി ഞങ്ങൾ യാചിക്കുന്നു. അപ്പാ, ഞങ്ങൾ അങ്ങയുടെ മക്കളാണപ്പാ. അവിടുത്തെ പുത്രനെ ബലിയായി നൽകി ഞങ്ങളെ വീണ്ടെടുത്തല്ലോ. രക്ഷാകര അനുഭവം ഞങ്ങൾക്ക് തരണമേ നിങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദൈവത്തെ സ്നേഹിക്കുമ്പോ സർവം നന്മയ്ക്കായി ഭവിച്ചിടുന്നു. തിരുസ്വരമനുസരിച്ച നമുക്കൊരുക്കിടും അവനധികം. ദൈവത്തെ സ്നേഹിക്കുമ്പോൾ സർവ്വം നന്മയ്ക്കായി ഭവിച്ചിടുന്നു. തിരുസ്വരമനുസരിച്ചാൽ നമുക്കൊരുക്കിടും അവനധികം.
കൃപയരുളിടുമേ ബലമണിക്കുമേ കൃപയരുളിടുമേ ബലമണിക്കുമേ മധുരമായി മാറ്റിടുമേ മധുരമായി മാറ്റിടുമേ യേശു യേശു കരമുയർത്തി. അവനാരിലും വലിയവൻ ഏറ്റുപാടി പ്രാർത്ഥിക്കാം. യേശു യേശു അവനാരിലും അതിയായവൻ. കണ്ണുനീരിന്റെ താഴ്വരകളിൽ വലിയ അനുഗ്രഹത്തിന്റെ വെളിച്ചമായി അവിടുത്തെ പരിശുദ്ധ സ്നേഹ സാന്നിധ്യം എൻ്റെ കുടുംബത്തിൽ ഒരു അനുഗ്രഹമായി ഇപ്പോൾ വരികയാണ്. വിശ്വസിച്ചുകൊണ്ട് നമുക്ക് ക്ഷണിക്കാം. എൻ്റെ കുടുംബ തകർച്ചകളിൽ, പരാജയങ്ങളിൽ, കടബാധ്യതകളിൽ, രോഗപീഠകളിൽ, കണ്ണുനീരുകളിൽ, വേദനകളിൽ, നിരാശയിൽ ഭാവേ അവിടുന്ന് കടന്നു വരണമേ നിങ്ങൾ പ്രാർത്ഥിക്കുന്നപ്പ. അവിടുത്തെ സാന്നിധ്യം എനിക്കൊരു രക്ഷയാണ്. അവിടുത്തെ കടന്നു വരവ് എനിക്കൊരു വിടുതലാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നപ്പാ. കണ്ണുനീർ താഴ്വരകൾ ജീവജല നദിയാക്കുമവൻ. ആമേൻ, ആമേൻ, ആമേൻ. രോഗത്തിൻ ചങ്ങലകൾ ഓ യേശുവേ, മണി വീണയായി തീർക്കുമവൻ. വിശ്വസിക്കാം നമുക്ക്. കണ്ണുനീർ താഴ്വരകൾ ഓ യേശുവേ, വിടുവിക്കണമേ. ജീവജലനദിയാക്കുമവൻ. കണ്ണുനീരെല്ലാം ജീവനദിയായി ഒഴുകട്ടെ. രോഗത്തിൻ ചങ്ങലകൾ ഓ യേശുവേ, മണി വീണയായി തീർക്കുമവൻ. ഒന്ന് കടന്നു വായോ, എന്റെ ജീവിതത്തിലേക്ക് ഒന്ന് കടന്നു വായോ. സിയോൻ യാത്രയതിൽ മോക്ഷമാർഗമതിൽ സിയോൻ യാത്രയതിൽ മോക്ഷമാർഗമതിൽ സ്നേഹക്കൂടിക്കീഴിൽ നയിക്കുമവൻ. സ്നേഹക്കൂടിക്കീഴിൽ നയിക്കുമവൻ. കാരണം രണ്ടുപേരും ഉയർത്തി. യേശു യേശു അവനാരിലും വലിയവൻ. യേശു യേശു അവനാരിലും അതിയാ